അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വെട്ടിലാക്കി ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തത് പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനുമായ നൃപേന്ദ്ര മിശ്രയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയിൽ ഇഷ്ടപ്പെട്ട ആളുകളെ മിശ്ര ഉൾപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. ഈ അയോധ്യ വിഷയത്തിൽ അല്ലാത്തരപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ. ഇതിലിപ്പോ കൂടുതൽ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചമ്പത് റായ് പറയുമ്പോൾ അത് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു കേന്ദ്രത്തെ, അല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെ കാണണം. പ്രത്യേകിച്ച് മോദിയുടെ സ്റ്റാഫിൽ മുൻപുണ്ടായിരുന്ന ആളാണ് നൃപേന്ദ്ര മിശ്ര. നൃപേന്ദ്ര മിശ്രയ്ക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, അതും ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായ് വെളിപ്പെടുത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിർമ്മാണ സമിതിയിൽ ചെയർമാനായി പ്രവർത്തിച്ചിരുന്ന ആൾ നൃപേന്ദ്ര മിശ്രയാണ്. നൃപേന്ദ്ര മിശ്രയുടെ ചില നീക്കങ്ങൾ ദുരൂഹമാണ് എന്നാണ് ചമ്പത് റായ് 9 പേജുള്ള ഒരു കത്തിൽ വെളിപ്പെടുത്തുന്നത്. ക്ഷേത്രത്തിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞ ദിവസം അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ചമ്പത് റായുടെ വെളിപ്പെടുത്തൽ വരുന്നത്. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുത്തത് നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ സമിതിയാണ് എന്നാണ് തുറന്ന കത്തിൽ ചമ്പത് റായ് വ്യക്തമാക്കുന്നത്. ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയിൽ മിശ്ര തനിക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ ഒരു മാനദണ്ഡവുമില്ലാതെ ഉൾപ്പെടുത്തി. 6 വർഷത്തിനിടെ ഇവരിൽ ചിലർ, ഈ നിയമിച്ചവരിൽ ചിലർ 1-2 തവണ മാത്രമേ അയോധ്യയിൽ എത്തിയിട്ടുള്ളൂ. മറ്റൊരാളിൽ നിന്ന് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ മാത്രമേ തേടിയിട്ടുള്ളൂ. ആ രൂപത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നൃപേന്ദ്ര മിശ്ര സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ കൂടി അനുവാദത്തോടുകൂടി നിയമിച്ച, ക്ഷേത്ര നിർമ്മാണ സമയത്ത് നിയമിച്ച ഒരു പ്രത്യേകമായി നിയമിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മോദിയിലേക്ക് ഈ ആരോപണങ്ങൾ നീളുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. മോദിയുടെ സ്റ്റാഫിൽ മുൻപുണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര മിശ്രയ്ക്കെതിരെ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായാണ് തുറന്ന കത്തിലൂടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും വെട്ടിലാക്കിക്കൊണ്ടാണ് ക്ഷേത്ര ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ വെളിപ്പെടുത്തൽ.